ഹായ്. അപ്പം നമ്മുടെ സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തിയച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും കുത്തിയ മുളകും കറിവേപ്പിലയും മുളകും പൊടിയൊക്കെ ഇട്ടാണ്ട് മൂത്ത് വരുമ്പോൾ നല്ല വേവിച്ച് വെച്ചാൽ നമ്മുടെ പരിപ്പാണ്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പൂത്തി റെഡി ആയിട്ടാ. പിന്നെ ഞായറാഴ്ച അല്ലേ, ചിക്കൻ ഇല്ലാണ്ട് എന്ത് ഞായറാഴ്ച അല്ലേ. അങ്ങനെ ചിക്കൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളവും അത്രയും ടേസ്റ്റാട്ടോ ഈ ഒരു ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടാക്കണം. നമ്മളേക്ക് വറുത്തിട്ട് സാധാ ഉണ്ടാക്കുന്ന ചിക്കനാണ്, അങ്ങനെയല്ല കേട്ടോ. ഇതൊരു പ്രത്യേക തരം ചിക്കൻ റോസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതായത് മല്ലിപ്പൊടിയോ അങ്ങനെ തക്കാളിയോ ഒന്നും ഇല്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ചോറിലേക്കായാലും ബിരിയാണിക്കായാലും ഫ്രൈഡ് റൈസിനായാലും ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഒരു ചിക്കൻ കറി. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോ തൊട്ട് കഴിഞ്ഞ് നമ്മുടെ ഫുൾ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. പിന്നെ നമ്മുടെ കുണുക്കുമോന് പരിപ്പ് കുത്തി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിക്കൻ വറുത്തത് വേണം. അപ്പോൾ ചിക്കൻ വറുത്തു. പിന്നെ ചിക്കൻ കറിയൊക്കെ റോസ്റ്റൊക്കെ സെറ്റായി. അത് ചിക്കൻ റോസ്റ്റ് സെറ്റായപ്പോൾ നമുക്ക് മെയിനായിട്ട് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മല്ലിയില വേണം. അത് നിർബന്ധം കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ റോസ്റ്റ് അവസാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ നാലാൾ ഊണ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ അന്വേഷണമുള്ള ചോറാണ് ആദ്യം ഉണ്ട് കേട്ടോ. അപ്പം നല്ല പൊന്നിരിയുടെ ചോറും നല്ല പരിപ്പ് കുത്തി കാച്ചിയതും മൂന്ന് ചിക്കൻ വറുത്തതും ചിക്കൻ കറി കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ഒരു ചട്ടകം ചോറുള്ളൂ കേട്ടോ. നമ്മൾ തടി കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചോറൊക്കെ കുറച്ചു. അപ്പോൾ ഞാൻ 3 ഭാഗമായിട്ടാണ് കേട്ടോ ചോറ് കഴിക്കുന്നത്. പരിപ്പ് കുത്തി കഴിച്ചതും ചിക്കൻ വറുത്തതും മാമ്പഴം കൂട്ടിയിട്ടും ചിക്കൻ കറി കൂട്ടിയിട്ടും. അപ്പോൾ ഒരു അപാര ടേസ്റ്റ്.